സഞ്ജു ഡോക്ടർ എന്ന യൂട്യൂബർ ചെയ്ത കാര്യം എത്രത്തോളം അപകടം. ഈ വാഹനം വഴി മറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം എന്തുകൊണ്ട് അപകടം സംഭവിച്ചുകൂടാനില്ല? വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഇന്നൊരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിച്ച് നിരവധി വിലമതിക്കാനാവാതെ ജീവനുകൾ നടുറോഡിൽ പൊലിയുകയോ അല്ലെങ്കിൽ മാരകമായ പരിക്കുകൾ ഏൽക്കുകയോ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വാഹനവും ആ വാഹനത്തിന്റെ തകരാറ് ഒഴിച്ചു നിർത്തി മാറ്റി പറയുകയാണെങ്കിൽ താനേ അപകടത്തിൽ ചെന്നപ്പെടുന്നില്ല. മറിച്ച് ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ അശ്രദ്ധയും അനാസ്ഥയും കൊണ്ട് മാത്രമല്ലാതെ ഇന്ന് മിക്ക വാഹനാപകടങ്ങളും സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ഡ്രൈവർമാരുടെ വീഴ്ച കൊണ്ടാണെന്ന പഠനങ്ങൾ തെളിയിക്കപ്പെടുന്നത്. ഒന്നിക്കൽ അമിതമായ വേഗതയിൽ വാഹനം ഓടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അശ്രദ്ധയിൽ വാഹനം ഓടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ലഹരി പോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നുണ്ടാകാം. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ സഞ്ജു ടോക്ക് എന്നുള്ള ഒരു യൂട്യൂബറുടെ സംഭവത്തിലേക്ക് ഈ വിഷയം കൊണ്ടു ചെന്നിക്കാം. സഞ്ജു ടോക്ക് എന്ന യൂട്യൂബർ ചെയ്ത കാര്യം എത്രത്തോളം അപകടമെന്നുള്ള കാര്യം എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു വാഹനത്തിൽ നിറയെ വെള്ളം നിറച്ചിട്ട് ആ വാഹനം പൊതുനിരത്തിൽ കൊണ്ടുപോയി അത് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ രീതിയിലേക്ക് ഉണ്ടാക്കി അത് വീഡിയോ ക്രിയേറ്റീവിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പൊതുനിരത്തിൽ എത്രമാത്രം വാഹനങ്ങളുണ്ട്. ഈ വാഹനം വഴി മറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം എന്തുകൊണ്ട് അപകടം സംഭവിച്ചുകൂടാനില്ല? ഇവിടെ സഞ്ജു ഡോക്ടർ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ഇതിനു വേണ്ടിയിട്ട് ഇത്തരം രീതിയിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എത്രത്തോളം സാമൂഹിക വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു വാഹനത്തിൽ ഈ രീതിയിലുള്ള സ്വിമ്മിംഗ് പൂളോ മറ്റൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് നിർത്തിയിട്ട് അങ്ങനെയുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ല. അത് ഒരു സിനിമയിൽ ഇപ്പൊ പറയുന്നുണ്ട്, സിനിമയിൽ കാണിച്ച രംഗമുണ്ട്. പക്ഷെ ഇദ്ദേഹം അതല്ല ചെയ്തത്. ഇദ്ദേഹം പൊതുനിരത്തിൽ കൊണ്ടുവന്ന് ആ വാഹനത്തിന്റെ ഉള്ളിൽ ടാർപ്പായി കവർ ചെയ്തിട്ട് ആ വാഹനത്തിന്റെ ഉള്ളിൽ നിറയെ വെള്ളം നിറച്ചിട്ട് അതിൽ കൂടി സ്വിമ്മിംഗ് പൂളിന്റെ രീതിയിൽ അതിൽ കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റൊക്കെ വീഡിയോ എടുക്കുന്നു. ഈ വാഹനം മറ്റൊരു ഡ്രൈവർ ഓടിക്കുന്ന രീതിയോ. അപ്പൊ അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ എത്രമാത്രം വാഹനങ്ങൾ പോകുന്നുണ്ട്. മാത്രമല്ല ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ നിറച്ച വെള്ളത്തിന്റെ ഇതുകൊണ്ട് വാഹനം മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ആ ഡോർ തുറന്ന് പൊതുനിരത്തിലേക്ക് ഈ വെള്ളം ചാടി അങ്ങനെയുള്ള വലിയൊരു അപകടത്തിൽ നിന്ന് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതൊന്നും ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇത്തരം കോപ്രായങ്ങളുമായി മറ്റുള്ളവരെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതി ഒരിക്കലും തന്നെ അത് അംഗീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങളെ കർശനമായും നമ്മുടെ നിയമം നേരിടണം എന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്.